ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ സെക്കൻഡ് മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസാണ്. മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ കൺവെൻഷണൽ മെറ്റീരിയൽസ് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ആക്ടിവിറ്റീസിന്, മോഡേൺ ടൈപ്പ് ഓഫ് ഡിസൈൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാസ്റ്റ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആർക്കിടെക്ചറൽ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കുണ്ട്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണത്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 8ഓളം മറ്റ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ മേ ബി ഡിഫറെൻറ്റ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 7th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറാമിക്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന 2 മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസാണ്. നമ്മൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള 2 മെറ്റീരിയൽസാണ് സെറാമിക്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്സും. സോ എന്താണ് അവ എന്നുള്ളതും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസും ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് സെറാമിക്സ് എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെറാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സിലിക്ക സാൻഡ് വിത്ത് ക്ലേ ബൈൻഡർ ആൻഡ് സം ഇംപ്യൂരിറ്റീസ് വിത്ത് വാട്ടർ. സിലിക്ക സാൻഡും ക്ലേയും കുറച്ച് ഇംപ്യൂരിറ്റീസും അതുപോലെ തന്നെ വാട്ടറും കൂടെയുള്ള ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ബേസിക്കലി സെറാമിക്സ് എന്ന് പറയുന്നത്. സെറാമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രിക്കിനേക്കാളും വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന്, ഫയറിംഗ് പ്രോസസ്സിന് വിധേയമായിട്ടുണ്ടായിരിക്കും. സോ ബ്രിക്കിനേക്കാളും വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഫയർഡ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആയിരിക്കും സെറാമിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറാമിക്സിൽ നമ്മൾ പറഞ്ഞ സിലിക്ക അതിന് റീക്രിസ്റ്റലൈസേഷൻ സംഭവിച്ച് ഒരു ഗ്ലാസി ഫോമിലേക്ക് മാറുന്നതിന്, ഒരു ഗ്ലാസി മെറ്റീരിയലായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമുക്ക് വളരെ വലിയ ഡെൻസിറ്റി, സ്ട്രെങ്ത്ത്, ഹാർഡ്നെസ്, സ്റ്റെബിലിറ്റി എന്നിവ ഈ ഒരു സെറാമിക് പ്രൊഡക്റ്റിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സോ സിലിക്ക, ക്ലേ, സം ഇംപ്യൂരിറ്റീസ് വിത്ത് വാട്ടർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. വളരെ ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ഫയറിംഗ് പ്രോസസ്സിന് വിധേയമാക്കും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബ്രിക്ക്. അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലെ സിലിക്കയുടെ ഇത് റീക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നതിനും അതുവഴി ഒരു ഗ്ലാസി മെറ്റീരിയലാക്കി അതിനെ മാറ്റിയെടുക്കുന്നതിനും, സെറാമിക് പ്രൊഡക്റ്റിനെ മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഡെൻസിറ്റി, സ്ട്രെങ്ത്ത്, ഹാർഡ്നെസ്, സ്റ്റെബിലിറ്റി എല്ലാം വളരെ വലിയ രീതിയിലേക്ക് റൈസ് ചെയ്യാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് സെറാമിക് പ്രൊഡക്ട്സ്. ഫസ്റ്റ് വൺ, ഫയർ ക്ലേ സാൻഡ്, ഫയർ ക്ലേ ബ്രിക്ക് സാൻഡ് ടൈപ്പ്. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലാദ്യത്തത് ഫയർ ക്ലേ ബ്രിക്ക് സാൻഡ് ടൈപ്പ്. മെയ്ഡ് ഫ്രം ഫയർ ക്ലേ വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫയർ ക്ലേ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫയർ ക്ലേ ബ്രിക്ക് സാൻഡ് ടൈൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. സിലിക്കയും അലുമിനിയവുമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചിമ്മിനി, ബോയിലേഴ്സ്, ഫയർ പ്ലേസസ് ഇവയുടെ ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ടൈൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അതല്ലാതെ നമ്മൾ റൂഫിംഗ് പർപ്പസിനും ഫ്ലോറിംഗ് പർപ്പസിനൊക്കെ ഈ ഒരു സാൻഡ് ടൈൽ ഉപയോഗിക്കാറുണ്ട്. ബാത്ത് ടബ്, സിങ്ക് ഇവയെല്ലാം ഉണ്ടാക്കുന്നതിനും നമുക്ക് ഈ ഒരു ഫയർ ക്ലേ ബ്രിക്ക് സാൻഡ് ടൈൽസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഫയർ ക്ലേ ബ്രിക്കാണ് ഫസ്റ്റ് ഫിഗർ. സെക്കൻഡ് ഫിഗറിൽ ഫയർ ക്ലേ ബ്രിക്ക് സാൻഡ് ടൈലാണ് ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ഒരു ഫയർ ക്ലേ ട്രീറ്റഡ് ആയിട്ടുള്ള ബ്രിക്ക് സാൻഡ് ടൈലാണ് അവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. സോ അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ടെറാക്കോട്ട. ഒന്നുകൂടെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും ടെറാക്കോട്ട എന്ന് പറയുന്നത്. ടെറാക്കോട്ട ടൈലൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കാർ പോർച്ചിൽ അല്ലെങ്കിൽ അത്തരം ഏരിയാസിലൊക്കെ നമ്മളിടുന്ന ഒരു ടൈൽ ഈ ഒരു ലാസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ടെറാക്കോട്ട ടൈൽ. സോ ടെറാക്കോട്ടയെ തന്നെ നമ്മൾ ബേൺഡ് എർത്ത് എന്ന് കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇത് യെല്ലോ റെഡ് ക്ലേയിൽ നിന്നാണ്
പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മെയ്ഡ് ഫ്രം യെല്ലോ റെഡ് ക്ലേ, യൂസ്ഡ് ഫോർ ഫ്ലോർ ടൈലിംഗ്, അൺഗ്ലേസ്ഡ് ചിമ്മിനി പോട്ട്സ്, വേസ്റ്റ് വാട്ടർ പൈപ്സ്, എയർ ബ്രിക്സ് എക്സെട്ര. സോ ഡിഫറെൻറ്റ് പേർപ്പസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ടെറാക്കോട്ട ഉപയോഗിച്ചിട്ട്. നമ്മുടെ ചിമ്മിനി വർക്കിലുള്ള പോട്ട്സുകൾ, ചിമ്മിനിയുടെ ഏറ്റവും സ്റ്റാക്കിൻ്റെ, ചിമ്മിനിയുടെ ആ കുഴലിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്ന സ്റ്റാക്ക് ഡിസൈനിങ്, അതിൻ്റെ ടോപ്പ് പോട്ട് ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഫ്ലോറിംഗ് ടൈൽസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ സെൻറ്ററിൽ കാണിച്ചിട്ടുള്ള ഫിഗറിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജാളി വർക്ക്സ് നമ്മുടെ വീട്ടിലൊക്കെ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ ചില ചുമരിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പഴയ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വർക്ക്സിന് വേണ്ടിയിട്ടെല്ലാം നമുക്ക് ടെറാക്കോട്ട ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ഫയാൻസ് എന്ന് പറയുന്നതാണ്. ഒരു സെറാമിക് പ്രൊഡക്റ്റാണ് ഫയാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗ്ലേസ്ഡ് ഫോം ഓഫ് ടെറാക്കോട്ട ഓർ സ്റ്റോൺ വെയർ. ടെറാക്കോട്ട അല്ലെങ്കിൽ സ്റ്റോൺ വെയർ എന്ന് പറയുന്ന സെറാമിക് പ്രൊഡക്റ്റിൻ്റെ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസി അപ്പിയറൻസ് ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ ഫയാൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഗ്ലേസിങ് അല്ലെങ്കിൽ റിഫൈനിങ് സ്റ്റേജിന് മുൻപായിട്ട് അതിനെ നമ്മളൊരു ബിസ്ക്കറ്റ് സ്റ്റേജിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഫിയാൻസിൻ്റെ ബേസ് മെറ്റീരിയലിനെ ഫയർ ചെയ്തിട്ട് ഒരു ബിസ്ക്കറ്റ് സ്റ്റേജിലേക്ക് എത്തിക്കും ബിഫോർ ഗ്ലേസിങ് ആൻഡ് റീഫൈനിങ് പ്രോസസ്സസ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാഡിംഗ് വർക്കിന്, ഡാഡൂയിങ്, ഫ്ലോറിംഗ് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാൾ ക്ലാഡ്സ് ഒക്കെ നമ്മുടെ ചുമരിലൊക്കെ എക്സ്റ്റീരിയറിലും അതുപോലെ കോർട്ടിയറിലൊക്കെ ഡിസൈനിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് ആ പില്ലറിൻ്റെ ബാക്ക് സൈഡിൽ കാണാം. അതുപോലെ ഡാഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ അല്ലെങ്കിൽ ചില പഴയ തരത്തിലുള്ള ഡിസൈൻഡ് വീടുകളിലൊക്കെ ഒരു ഫ്ലോർ ലെവലിൽ നിന്നൊരു വാളിൻ്റെ ഒരു ഹാഫ് ഹൈറ്റ് വരെയൊക്കെ ടൈല് വാളിൽ കൊടുത്തത് കാണാൻ പറ്റും. സോ അത്തരത്തിലുള്ള വർക്കിന് ഡാഡൂയിങ് എന്നൊക്കെ പറയുന്നത്. സോ ആ രീതിയിലുള്ള വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഫിയാൻസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോൺ വെയർ ആണ്. സോ സ്റ്റോൺ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു കമ്പോസിഷൻ ഓഫ് ഫയർ ക്ലേ ബട്ട് ഫയർഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കണ്ടെയ്ൻ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഗ്ലാസ്. ഫയർ ക്ലേയുടെ ആ ഒരു കോമ്പോസിഷൻ തന്നെയാണ് അതിലുള്ളത്, പക്ഷേ വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ അതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഗ്ലാസ്, അതിലുള്ള ഗ്ലാസിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ക്ലേയിലുള്ളതിനേക്കാളൊക്കെ വളരെ ഹയർ കണ്ടൻറ്റാണ്. ഓക്കെ, അതാണ് സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. വളരെ ഹാർഡറാണ്, ലെസ് അബ്സോർബൻ്റ് ആയിട്ടുള്ളൊരു കോമ്പോണൻ്റ് ആണ് സ്റ്റോൺ വെയർ. സ്റ്റോൺ വെയർ ടൈൽസ്, അതുപോലെ ഡ്രെയിനേജ് പൈപ്സ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. നമ്മൾ വീട്ടിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കാർ പോർച്ച് പോലുള്ള ഏരിയാസിൽ എക്സ്റ്റീരിയറിൽ നമ്മൾ ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജ് പൈപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പബ്ലിക് ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്സും ഈ ഒരു സ്റ്റോൺ വെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് സെറാമിക് പ്രൊഡക്ട്സിൽ ഫിഫ്ത്ത് വൺ വിട്രിയസ് ചൈന. വളരെ കോമൺ ആണ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ ആൾമോസ്റ്റ് എവറി ഏരിയ ഈ ഒരു വിട്രിയസ് ചൈന പ്രൊഡക്ട്സ് നമ്മൾ വൈഡ്ലി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ക്ലേ, ഫെൽഡ്സ്പാർ, ക്വാർട്സ്, മോൾഡഡ്, ഗ്ലേസ്ഡ് ആൻഡ് ബേക്ക്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ക്ലേ, ഫെൽഡ്സ്പാർ, ക്വാർട്സ്, ഇവ ആക്ച്വലി മിനറൽ ഗ്രൂപ്പുകളാണ്. സോ ഇത്തരത്തിലുള്ള മിനറൽസിൻ്റെ ഒരു മിക്സ്ചറാണ് വിട്രിയസ് ചൈന എന്ന് പറയുന്നത്. ക്ലേ, ഫെൽഡ്സ്പാർ, ക്വാർട്സ് എന്ന് പറയുന്നത്. ഈ ഫെൽഡ്സ്പാർ, ക്വാർട്സ് ഒക്കെ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, ജിയോളജിയിലൊക്കെ നിങ്ങൾ ഹയർ സെമസ്റ്റേഴ്സിൽ സിവിൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു മിക്സ്ചറാണ് വിട്രിയസ് ചൈന. ഇതിനെ നമ്മൾ ഗ്ലേസിങ്, ബേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിട്ടാണ് വിട്രിയസ് ചൈന എന്ന് പറയുന്ന ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് വളരെ ഉയർന്ന ടെമ്പറേച്ചറിലാണ് ബേസിക്കലി നടക്കുന്നത്. ഓക്കെ, ഗ്ലാസ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തേൺ വെയറിനേക്കാളും വളരെ അധികമാണ്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ്ങുമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വിട്രിയസ് ചൈന. വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഏകദേശം 5% ആണ്. സാനിറ്ററി ഫിറ്റിങ്സിന് വേണ്ടിയിട്ടാണ് ഇത് മോസ്റ്റ്ലി നമ്മൾ വൈഡ്ലി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. വാഷ് ബേസിൻസ്, അതുപോലെ തന്നെ ക്ലോസറ്റ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് വിട്രിയസ് ചൈന ഉപയോഗിച്ചിട്ടാണ്. സിക്സ്ത് വൺ ഈസ് വിട്രിഫൈഡ് ടൈൽസ്. ടൈലും ഇതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിട്രിഫൈഡ് ടൈൽസ്. സോ നമ്മളൊരു ടൈൽ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ചോദ്യമാണ്, ഏത് ടൈപ്പ് ടൈലാണ്? സെറാമിക് ടൈലാണോ, വിട്രിഫൈഡ് ടൈലാണോ, ഫുൾ ബോഡി ആണോ, അതോ ഹാഫ് ബോഡി ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. സോ ചില ആളുകൾക്കെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. സോ ബേസിക്കലി സെറാമിക് ടൈൽ വിത്ത് വെരി ലോ പോറോസിറ്റി, സെറാമിക് ടൈലിൽ തന്നെ വളരെ കുറഞ്ഞ പോറോസിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ടൈൽസിനെയാണ് വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുന്നത്. ഇത്
ക്ലേ, ക്വാർട്സ്, ഫെൽഡ്സ്പാർ ആൻഡ് സിലിക്ക. ക്ലേ, ക്വാർട്സ്, ഫെൽഡ്സ്പാർ ആൻഡ് സിലിക്ക എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മിക്സ്ചർ വഴി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതിന് ഹൈഡ്രോളിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്സിംഗ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ ഒരു മിക്സ്ചറിനെ ഒരു സിംഗിൾ കോമ്പൗണ്ടാക്കി മാറ്റുന്നത്. സോ മെയ്ഡ് ബൈ ഹൈഡ്രോളിക് പ്രസ്സിംഗ് ഓഫ് ദി മിക്സ്ചർ ഓഫ് ക്ലേ, ക്വാർട്സ്, ഫെൽഡ്സ്പാർ ആൻഡ് സിലിക്ക. ഓക്കെ, ഈ ഒരു മിക്സ്ചർ കാരണം അതിൻ്റെ സർഫസ് ഒരു വിട്രിയസ് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ട് തരത്തിലാണ് ഈ ഒരു വിട്രിഫൈഡ് ടൈൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ബേസിക്കലി. അതായത് ഒന്നുകിൽ നമ്മുടെ സാധാരണ സെറാമിക് ടൈലിൻ്റെ ഏറ്റവും ടോപ്പിലെ ഒരു 3 to 4 mm തിക്നെസ്സിൽ ഒരു ഡബിൾ ലെയർ ആയിട്ട് ഒരു കളേർഡ് പിഗ്മെൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വിട്രിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു രീതിയുണ്ട്. വിയർ ആൻഡ് ടിയർ ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വിട്രിഫൈഡ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു 3 to 4 mm തിക്നെസ്സിൽ വിട്രിഫിക്കേഷൻ ചെയ്യുന്ന ടൈൽസ് ഉണ്ട്. അതല്ല എങ്കിൽ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസ് ഉണ്ട്. അതിൻ്റെ എൻറ്റയർ ബോഡിയിൽ ഈ ഒരു കളേർഡ് പിഗ്മെൻറ്റ്സ് അവൈലബിൾ ആവുന്ന തരത്തിലുള്ള ടൈൽസ് ഉണ്ട്. അതാണ് ഫുൾ ബോഡി ടൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഗ്ലേസ്ഡ് ആയിട്ടുള്ള വിട്രിഫൈഡ് ടൈൽസാണ് കമ്പാരിറ്റീവ്ലി വെറൈറ്റി ഡിസൈൻസ്, ടെക്സ്റ്റേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്ലേസ്ഡ് ആയിട്ടുള്ളതും മാറ്റ് ആയിട്ടുള്ള ടൈൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഗ്ലോസി ആയിട്ടുള്ള ഗ്ലാസി അപ്പിയറൻസ് ഉള്ള വെറൈറ്റി ഓഫ് വിട്രിഫൈഡ് ടൈൽസിലാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസൈൻസ്, ആർട്ട് വർക്ക്സ്, ടെക്സ്റ്റേഴ്സ് എല്ലാം വരുന്നത്. നമ്മുടെ ആൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ബിൽഡിംഗ് ഫ്ലോറിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു തരത്തിലുള്ള ടൈൽസ്. സോ അതിൻ്റെ ജസ്റ്റ് ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് പോഴ്സലൈൻ ആണ്. പോഴ്സലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് സിമിലർ ടു വിട്രിയസ് ചൈന ബട്ട് ഫ്രം പ്യൂറർ മെറ്റീരിയൽസ് ആൻഡ് കൺട്രോൾഡ് കണ്ടീഷൻസ്. നമ്മുടെ വിട്രിയസ് ചൈനയ്ക്ക് സിമിലർ ആയിട്ടുള്ളൊരു മെറ്റീരിയലിനെയാണ് പോഴ്സലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പ്യുവർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആയിരിക്കും ബേസിക്കലി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലേ, വൈറ്റ് ഓർ ഗ്രേ, ടു വിച്ച് കയോലിൻ ആൻഡ് വൈറ്റ് ചൈന സ്റ്റോൺ ഈസ് ആഡഡ്. വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ക്ലേയിലേക്ക് കയോലിനും അതുപോലെ തന്നെ വൈറ്റ് ചൈന സ്റ്റോണും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പോഴ്സലൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ യൂസസ് ആണ് പൊതുവെ നമ്മളതിനെ ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് എല്ലാമാണ് അതിനൊരു എക്സാമ്പിൾസ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള പോട്ട്സ്, പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോഴ്സലൈൻസ് ഉപയോഗിച്ചിട്ട് ഹൈലി ക്വാളിറ്റിയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത്തരം പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് സെഷൻ സെറാമിക്സ്. ഓക്കെ, സോ സെറാമിക്സ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഏകദേശം 7 ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേ ബി എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെറാമിക് പ്രൊഡക്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിലാണ്. സോ വളരെ മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 7-8 മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പഠിക്കാനുണ്ട്. സോ എല്ലാം ഇത്രയും ക്ലാസിഫിക്കേഷൻസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ് സെറാമിക്സ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ, അറ്റ്ലീസ്റ്റ് ഒരു 5-6 ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ ഒരു ബ്രീഫ് ഡെഫിനിഷനെങ്കിലും പഠിച്ചു വെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിക്. സോ സെക്കൻഡ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണ്. നമുക്ക് പ്ലാസ്റ്റിക്കിന് പ്രത്യേകിച്ച് ഒരു ഫർദർ ഡെഫിനിഷനും കാര്യങ്ങളൊന്നും ഇവിടെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാവും. നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ പഠിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തെർമോ പ്ലാസ്റ്റിക്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് പ്ലാസ്റ്റിക്സ്. ആദ്യത്തത് ഫ്ലോറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. PVC അഥവാ പോളി വിനൈൽ ക്ലോറൈഡ് ആൻഡ് പോളി എഥിലീൻ ആർ യൂസ്ഡ് ലെസ് പ്രോൺ ടു വിയർ ആൻഡ് ടിയർ. വളരെ കുറഞ്ഞ വിയർ ആൻഡ് ടിയർ ഉള്ള ഏരിയാസിൽ നമുക്ക് PVC ഫ്ലോറിംഗ് അല്ലെങ്കിൽ പോളി എഥിലീൻ ഫ്ലോറിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സൗണ്ട് പൊല്യൂഷൻ വളരെയധികം കുറയ്ക്കും. അതുപോലെ തന്നെ ക്ലീനിങ്ങിനും വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് പ്ലാസ്റ്റിക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ആസ്ബറ്റോസ് പ്ലാസ്റ്റിക് സ്ലാബ്, വിനൈൽ ആസ്ബറ്റോസ് സ്ലാബ്, സെമി ഫ്ലെക്സിബിൾ വിനൈൽ സ്ലാബ്, വിനൈൽ കാർപ്പറ്റ്സ് ആർ സം അതർ ഫ്ലോറിംഗ് കവറിങ്സ് യൂസ്ഡ്. സോ അതെല്ലാം ഫ്ലോറിംഗ് കവറിങ്സിന് എക്സാമ്പിൾസാണ്. നമ്മൾ കുറച്ച് മുൻപ് കാലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓഫീസ് സ്പേസുകൾ അല്ലെങ്കിൽ ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോറിങ്ങിൽ നോക്കി നമുക്ക് മനസ്സിലാവും ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഫ്ലോർ ചെയ്തിട്ടുണ്ടാവും. കാണുമ്പോൾ നമ്മുടെ ടൈലിൻ്റെ അല്ലെങ്കിൽ വുഡൻ ഫിനിഷൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ഒരു PVC
ഷീറ്റായിരിക്കും ബേസിക്കലി അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഫിഗറിൽ കാണിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ യൂഷ്വലി PVC ഫ്ലോറിങ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്ലോറിങ് എന്ന് പറയുന്നത്. പഴയ ചില സലൂണിലൊക്കെ യൂഷ്വലി നമ്മൾ കാണാറുള്ള ഒരു മെറ്റീരിയലാണ്. കാരണം ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് അല്ലാത്ത തരത്തിലുള്ളൊരു ഫ്ലോറിങ് മെറ്റീരിയലാണ്. അതുകൊണ്ട് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഫ്ലോറിങ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് റൂഫിംഗ് ആണ്. റൂഫിംഗ് എന്ന് പറയുമ്പോൾ ടു പ്രൊട്ടക്ട് ഔട്ടർ സർഫസ് ഓഫ് റൂഫ് ഫ്രം ഡാമേജ്, അതായത് നമ്മുടെ ആക്ച്വലി ഉള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റൂഫ് സ്ട്രക്ചറിനെ ഔട്ടർ സർഫസിന് ഒരു എക്സ്ട്രാ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഫ്രം ഡാമേജ് ആണ് നമ്മളൊരു പ്ലാസ്റ്റിക് റൂഫിംഗ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ 2 ലെയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. 2 ലെയർ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കോമ്പോസിറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൽ രണ്ടും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു കളേർഡ് തെർമോ പ്ലാസ്റ്റിക് ഒലീഫിൻ ഓർ വിനൈൽ ആയിരിക്കും. ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഒരു പോളി യൂറത്തൈൻ ഫോമും ആയിരിക്കും, വിച്ച് കൺസ്യൂംസ് ലെസ് എനർജി ആൻഡ് കീപ് ഇൻറ്റീരിയർ കൂളർ. അതായത് 2 മെറ്റീരിയൽസ് ആയിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ. ടോപ്പ് ഭാഗത്ത് ഒരു കളേർഡ് ആയിട്ടുള്ള ഒലീഫിൻ അല്ലെങ്കിൽ വിനൈൽ തെർമോ പ്ലാസ്റ്റിക്കും ഇൻസൈഡിൽ ബോട്ടം പോർഷനിലൊരു പോളി യൂറത്തൈൻ ഫോമും ആയിരിക്കും. പോളി യൂറത്തൈൻ ഫോം ഉപയോഗിക്കാനുള്ള കാരണം അത് ഹീറ്റ് എനർജി വളരെ കുറച്ചേ താഴത്തേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് റൂമിൻ്റെ ഇൻസൈഡിൽ നമുക്ക് ആ ഒരു കൂളിംഗ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ 2 തരത്തിലുള്ള ഒരു എക്സാമ്പിൾസാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. വളരെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഫിക്സിങ് ചെയ്യുന്നൊരു മെത്തേഡുമാണ് ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻസുലേഷൻ ആണ്. സോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ചില എക്സാമ്പിൾസാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പോളിസ്റ്റൈറീൻ, PVC, ഫിനോളിക്, ഫോർമാൽഡിഹൈഡ്, യൂറിയ, പോളി യൂറത്തൈൻ, അതെല്ലാം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസുലേഷൻ മെറ്റീരിയൽസിനുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾസാണ്. നമ്മൾ ഈ ഇൻസുലേഷൻ തെർമൽ ഇൻസുലേഷനും അക്കൗസ്റ്റിക് ഇൻസുലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. സോ അവിടെ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ഇൻസുലേഷൻ ആയിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വൈഡ്ലി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് വാളാണ്. പ്ലാസ്റ്റിക് വാൾസ് അവൈലബിൾ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി. സാൻഡ്വിച്ച് വാൾ പാനൽസ് ആർ മെയ്ഡ് യൂസിങ് വാരിയസ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നിലധികം എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ള കോമ്പോസിറ്റ് വാൾ പാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ്, ഒന്നിലധികം എലമെൻറ്റ്സ് കൂടിച്ചേർന്നൊരു മിക്സാണ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കഴിക്കുന്ന സാൻഡ്വിച്ച് ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു മിക്സിങ് അല്ലെങ്കിൽ ആ ഒരു കോമ്പോസിറ്റ് എന്നുള്ളത് കൊണ്ടാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ സാൻഡ്വിച്ച് ആയിട്ടുള്ള ഒന്നിലധികം ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ വാൾ പാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ പ്ലാസ്റ്റിക്കിലുള്ള വെറൈറ്റി ടൈപ്സ് ഉണ്ട്. PVC, പ്ലാസ്റ്റിസൈഡ് പ്ലേറ്റ്സ് ആൻഡ് പോളി യൂറത്തൈൻ മിക്സ് ഉണ്ട്. ആസ്ബെറ്റോ സിമെൻറ്റ് കവറിങ് ആൻഡ് പോളി യൂറത്തൈൻ ഫോം കോർ വരുന്ന ടൈപ്പ് വാൾസ് ഉണ്ട്. പോളിസ്റ്റൈറീൻ ഫോം ആൻഡ് വേരിയസ് കവറിങ്സ്, മറ്റേതെങ്കിലും കവറിങ്സ് ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് വാൾ പാനൽസ് അവൈലബിൾ ആണ്. പോളിസ്റ്റർ ലാമിനേറ്റഡ് ഷീറ്റ്സ് വിത്ത് പോളി യൂറത്തൈൻ ഫോം കോർ നമുക്ക് പറ്റും. ഇനാമൽഡ് അയൺ കവറിങ് ആൻഡ് പോളി യൂറത്തൈൻ ഫോം കോർ നമുക്ക് പറ്റും. ദെൻ കവറിങ് വിത്ത് പോളിയസ്റ്റർ ലാമിനേറ്റഡ് ഷീറ്റ് ഗ്ലൂഡ് അബ്സ്ബെറ്റോ സിമെൻറ്റ് ആൻഡ് പോളി യൂറത്തൈൻ ഫോം കോർ. സോ 6 തരത്തിലുള്ള സാൻഡ്വിച്ച് വാൾ പാനൽസ് അവൈലബിൾ ആണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ വാളിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഡോൾസിലൊക്കെ ഇത്തരത്തിലുള്ള ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാകും. സോ ആ രീതിയിൽ നമുക്ക് ബിൽഡിങ്ങിലെല്ലാം ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റൂം സ്പേസസ് ഒക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം വാൾസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വാൾ ലൈനിങ് ആണ്. സോ അഡ്ഹറിങ് ഫിലിംസ്, വിനൈൽ കോട്ടഡ് ഫാബ്രിക്സ് ഓർ പേപ്പർ വിനൈൽ ഷീറ്റ്സ് ഡബ്ലിംഗ് ഓൺ പേപ്പർ ഓർ ഫാബ്രിക് എക്സെട്ര. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾ ലൈനിങ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ സ്പ്രേഡ് ലൈനിങ് പോളി യൂറത്തൈനും ഉണ്ട്. ദെൻ ലാമിനേറ്റ്, മെലാമിൻ ആൻഡ് ഫിനോളിക് പ്ലാസ്റ്റിക് പോളിസ്റ്റേഴ്സ് ഉണ്ട്. വാൾ ടൈൽസ്, പോളിസ്റ്റൈറീൻ, PVC ടൈൽസ് ഓർ മൊസൈക്സ്, ദെൻ കോട്ടിംഗ് പോളി വിനൈൽ അസറ്റേറ്റ്. വളരെ അധികം ടൈപ്പ് വാൾ ലൈനിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പേരുകളാണ് അവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മുടെ വാളിലും സീലിങ്ങിലും ഒക്കെ നമുക്ക് ലൈനിങ് ആയിട്ട് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഉപയോഗിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ വുഡിലൊക്കെ പണ്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ മൈക്ക, പ്ലൈവുഡൊക്കെ ഉപയോഗിച്ച് ചെയ്തിരുന്നതിന് പകരം പ്ലാസ്റ്റിക് ആയിട്ടുള്ള വാൾ ലൈനിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫർദർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ നമുക്ക് ബേസിക്കലി ഇവിടെ എന്താണ് വാൾ ലൈനിങ്, എന്തൊക്കെ ടൈപ്സ് ആണെന്നുള്ളൊരു ഐഡിയ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ദെൻ സിക്സ്ത് വൺ ഈസ് പ്ലാസ്റ്റിക് പൈപ്സ് ആണ്. കോമൺലി മെയ്ഡപ്പ് ഓഫ് PVC, CPVC, acrylonitrile, butadiene styrene, ABC or polyethylene.
ഒരുപാട് ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് പൈപ്പ് ഉണ്ടാക്കുന്നത്. സോ പ്ലാസ്റ്റിക് പൈപ്പ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ഹാൻഡ്ലിംഗ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഹൈലി കെമിക്കൽ ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ സ്യൂട്ട് ഫോർ എനി എക്സ്ട്രീം എൻവിറോൺമെൻറ്റ്, ഏത് തരത്തിലുള്ള എൻവിറോൺമെൻറ്റിനും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതുപോലെ തന്നെ കെമിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ വളരെ കൂടുതലുള്ള കോമ്പോസിറ്റാണ് പ്ലാസ്റ്റിക് പൈപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടൊരു ഫിഗേഴ്സ് അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് കോമ്പോണൻസിൻ്റെ ഒരു ഫിഗറാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് പൈപ്പ്സ്. നെക്സ്റ്റ് വൺ ഈസ് വിൻഡോസ് ആണ്. വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു ഏരിയയാണ് പ്ലാസ്റ്റിക് വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും UPVC വിൻഡോസ് എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളൊക്കെ. അതായത് നമ്മൾ വിൻഡോസിന് വേണ്ടി മറ്റ് വുഡോ അല്ലെങ്കിൽ സ്റ്റീൽ കോൺക്രീറ്റ് ഫ്രെയിംസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട, കംപ്ലീറ്റ്ലി ആ ഒരു സെക്ഷൻ നമുക്ക് പ്ലാസ്റ്റിക്കിൽ ചെയ്യാൻ പറ്റും. വളരെ സ്റ്റേബിളും അതുപോലെ തന്നെ സ്ട്രെങ്ത്തുമുള്ള ഒരു എലമെൻറ്റാണ് ആക്ച്വലി പ്ലാസ്റ്റിക് വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോളി കാർബണേറ്റ് ആണ് ഇതിൽ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും, അതുപോലെ തന്നെ ലൈറ്റ് ഇൻ വെയ്റ്റും ആയിരിക്കും. ഓക്കെ, സാധാരണ റെഗുലർ ഗ്ലാസ് വിൻഡോയേക്കാളും ബർഗ്ലർ പ്രൂഫ് ആയിരിക്കും. അതായത് ഒരു മോഷ്ടാവിന് ഗ്ലാസ് പൊട്ടിച്ച് ഉള്ളിൽ കടക്കാൻ ഒരു സാധാരണ റെഗുലർ ഗ്ലാസ് വിൻഡോ ആയിരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് വിൻഡോയേക്കാളും ഈസി എന്നാണ് പറയുന്നത്. ബിക്കോസ് അത്രയേറെ സേഫ്റ്റി ആൻഡ് സ്ട്രെങ്ത് എൻഷുർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് UPVC വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വിനൈൽ ആൻഡ് ഫൈബർ ഗ്ലാസസ് ആണ് യൂഷ്വലി അതിൻ്റെ ഫ്രെയിം വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഡ്യൂറബിൾ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ഇൻഎക്സ്പെൻസീവ് എന്ന് പറയാനുള്ളൊരു കാരണം അതിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു വിൻഡോ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ചിലവ് അല്ലെങ്കിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഫർദർ മറ്റൊന്നും ചെയ്യാനില്ല, അതായത് ഫിനിഷിംഗ് വർക്ക്സ് ഒന്നും വരുന്നില്ല. ഒരു UPVC വിൻഡോ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങി അവിടെ ഫിക്സ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആയി. പക്ഷേ നമ്മളൊരു വുഡിലോ സ്റ്റീലിലോ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ഫ്രെയിം കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ വിൻഡോ കട്ടില കൊണ്ടുവയ്ക്കും. അതിനുശേഷം അതിന് എക്സ്ട്രാ അതിന് ഫ്രെയിം പൊളി അതൊരു പുതിയതായിട്ട് വേറെ ഉണ്ടാക്കും. അതിനുശേഷം നമ്മളതിൽ ഗ്ലാസ് കൊടുക്കും. ഇതിനെല്ലാം ശേഷം നമ്മൾ അതിന് പെയിൻറ്റ് ഫിനിഷ് ചെയ്യണം. സോ അത്തരത്തിലുള്ള എക്സ്പെൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ വളരെ അധികം ഡ്യൂറബിലിറ്റി ഉണ്ട്. ഓക്കെ, UPVC വിൻഡോസ് വെൻറ്റിലേറ്റേഴ്സൊക്കെ ഇന്നത്തെ ഒരു കാലത്ത് വളരെയധികം കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ, സോ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൽ 8th ടൈപ്പ് ഡോസ് ആണ്. മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റിഫ് പോളിയൂറത്തൈൻ ഫോം കോർ വിത്ത് FRP കോട്ടിങ്സ്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോട്ടിംഗ് എന്നാണ് FRPയുടെ ഫുൾ ഫോം. സോ സ്റ്റിഫ് പോളിയൂറത്തൈൻ ഫോമും FRPയും കൂടി ചേർന്ന ഒരു മിക്സ്ചറാണ് ഡോസ് എന്ന് പറയുന്നത്. വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ് ഇത്. ഇതിൽ വളരെ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഡിഫറൻസിനനുസരിച്ച് വളരെ വെറൈറ്റി കൈൻഡ് ഓഫ് ഡോസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ യൂഷ്വലി നമ്മുടെ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂമിൻ്റെ ഡോസ് അല്ലെങ്കിൽ സ്റ്റോർ റൂമിൻ്റെ ഡോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഡോസ്. അതുപോലെ തന്നെ നമ്മൾ ഷെൽഫ്, കബോർഡ് അത്തരത്തിലെല്ലാം ഏരിയാസിൽ ഇത്തരം ഡോസ് നമ്മൾ ഐഡിയലി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. സോ ഇത്രയും അപ്ലിക്കേഷൻസാണ് പ്ലാസ്റ്റിക്കിനുള്ളത്. 8ഓളം അപ്ലിക്കേഷൻസ് പ്ലാസ്റ്റിക്സിനും ഏകദേശം 7ഓളം ടൈപ്സ് സെറാമിക്സിനും നമ്മൾ പഠിച്ചു. സോ എന്താണ് സെറാമിക്സ്, പ്ലാസ്റ്റിക്സ് എന്നുള്ള ഐഡിയ ഉണ്ടാക്കുക, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1-2 സെൻറ്റൻസിൽ ഓരോ ടൈപ്പും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ഐഡിയ ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഏതെങ്കിലും മെറ്റീരിയലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഫിഗേഴ്സും കാര്യങ്ങളും കിട്ടുമ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.